വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദുരന്തം. സന്തോഷത്തോടു കൂടിയും സുരക്ഷിതമായും ജീവിക്കുവാൻ അവകാശമില്ല. അതുപോലെ തന്നെ വീട്ടിൽ ശുശ്രൂഷിക്കാൻ പറ്റാത്ത രോഗികൾ, ആക്സിഡൻ്റ് ആയുള്ളവരും, ക്രിട്ടിക്കൽ ആയി നിൽക്കുന്ന പല അവസ്ഥയിലുള്ളവർക്കും ഒരു സ്കിൽഡ് നേഴ്സിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അൺസ്കിൽഡ് ആയിട്ടുള്ള വീട്ടിലുള്ളവർ പരിചരിച്ചാൽ അത് ഒരിക്കലും ശരിയാകില്ല. അവർക്ക് വേദനയും ബുദ്ധിമുട്ടുമല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. മറിച്ച് സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സുമാർ അവരെ പരിചരിക്കുകയാണെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ജീവിതം എത്രയോ ഭേദമായിരിക്കും. ഇവിടെയാണ് കേരളത്തിൽ നമ്മുടെ നേഴ്സുമാർക്ക് സുവർണാവസരം ഉള്ളത്. ഓൾഡ് ഏജ് ഹോമായിട്ടും ട്രോമ കെയറായിട്ടും നേഴ്സിംഗ് കെയറുമായിട്ടും നമുക്ക് പലതരത്തിൽ നമ്മുടെ നേഴ്സുമാർക്ക് ഇവിടെ തന്നെ നല്ല അവസരങ്ങളുണ്ട്. പക്ഷേ അത് നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ പല സ്കൂളുകളിലും ഇന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയാണ്. ഡിവിഷൻസ് കട്ട് ചെയ്യുന്നതും ഓരോ വർഷവും ഡിവിഷൻസ് കട്ട് ചെയ്യുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിൽ ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ അവസ്ഥയിൽ മിക്കവാറും നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ നമ്മളുടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഉള്ളതും. ഇവർക്കും വേണ്ടേ ബാക്കിയുള്ള ജീവിതം കളർഫുള്ളായിട്ട് ജീവിച്ച് തീർക്കുവാനായിട്ടുള്ള അവസരം നമ്മളും ഒരുക്കണ്ടേ. ഇവിടെയാണ് ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രസക്തി ഏറുന്നത്. പല ആളുകളുടെയും ചിന്ത ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളെ അല്ലെ വാർദ്ധക്യത്തിലുള്ളവരെ എവിടെയോ കൊണ്ട് തള്ളിയിടുന്ന ഒരു സ്ഥലമാണെന്ന്. അങ്ങനെയല്ല. അവർക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കുവാനായിട്ടും കൃത്യസമയത്ത് ആഹാരവും മരുന്നും നല്ല ശുശ്രൂഷയും ലഭിക്കാനുള്ള ഏറ്റവും നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഓൾഡ് ഏജ് ഹോം. മറിച്ച് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് അവരെ പാർപ്പിക്കുകയാണെങ്കിൽ അവർക്ക് കൃത്യസമയത്ത് സഹായത്തിന് ആളുണ്ടാവില്ല. ജീവിതം ഒരു ദുരന്തം മാത്രമായിരിക്കും. ഹായ് അങ്കിൾ, പേരെന്താണ്? സണ്ണി. എന്ത് പറ്റിയതാണ്? എൻ്റെ തമിഴ്നാട്ടിൽ വെച്ച് അവിടെ കാല് മുറിക്കേണ്ടി വന്നു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? ഇവിടുത്തെ ജീവിതം പരമാനന്ദമാണ്. അത് ശരി. ഹോംലി അറ്റ്മോസ്ഫിയർ ആണോ അതോ ഒരു ഹോസ്പിറ്റൽ ഫീൽ ആണോ? ഇല്ല, ഹോംലി ആയിട്ട്. ഫുഡും കാര്യങ്ങളൊക്കെയോ? ഫുഡ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ്. നേരത്തോട് നേരത്തെ നമുക്ക് കറക്റ്റായിട്ട് ആഹാരം കിട്ടുന്നുണ്ട്. ഞാൻ അവിടെ വെച്ച് ഇൻസുലിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ഇൻസുലിനൊക്കെ നിർത്തി. ഓ, അത് ശരി. ഇപ്പോഴത്തെ ആൾക്കാരുടെ കെയറിങ്ങിന്റെ ഗുണമായിരിക്കുമല്ലോ അതൊക്കെ. സത്യമായിട്ടും താങ്ക് യു. ഇവിടെ ഓൾഡ് ഏജ് ഹോം മാത്രമല്ല, ട്രോമ കെയറിനും വളരെ പ്രസക്തിയേറുകയാണ്. പല ആളുകളും ആക്സിഡന്റ് വന്നവരും വീട്ടിൽ ശുശ്രൂഷിക്കാൻ പറ്റാത്ത രോഗമുള്ള അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ വളരെ ബെഡ് റിഡൻ ആയിട്ടോ അല്ലെങ്കിൽ ചെറുപ്പക്കാർ തന്നെ ബെഡ് റിഡൻ ആയിട്ടോ ഉള്ള പല അവസ്ഥയിലുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ വീട്ടിൽ ശുശ്രൂഷിക്കുവാനായിട്ട് വീട്ടിലുള്ളവർക്ക് ചിലപ്പോൾ സാധിക്കും. ട്രോമ കെയർ പോലുള്ള സ്ഥലത്താവുമ്പം സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സുമാരുണ്ടാവും. അവർക്ക് കൃത്യമായിട്ട് ഇവരെ പരിചരിക്കുവാനായിട്ടും സാധിക്കും. അങ്ങനെ ഉള്ള സ്ഥലങ്ങൾക്ക് ഇന്ന് വളരെ അധികം പ്രസക്തിയുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുനിൽ എന്നാണ്. എവിടെയാ വീട്? വീട് വടക്കൻ പറവൂർ. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞു. ഓ, അത് ശരി. എന്ത് പറ്റിയതാ? ഇതൊരു അപകടത്തിൽ നട്ടെല്ലൊടിഞ്ഞു പോയതാണ്. എന്നിട്ട് 2 കാലും തളർന്നു പോയി. അരക്കെട്ടോടെ താഴോട്ട് തളർന്നു പോയിരിക്കുകയാണ്. അത് ശരി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജീവിതമൊക്കെ? ഇവിടെ വളരെ സന്തോഷമാണ്. എല്ലാം സുഖകരമായിട്ട് പോകുന്നു. ഇവരെന്തൊക്കെ എങ്ങനെയുണ്ട് ഫെസിലിറ്റീസ് ഒക്കെ? ഈ നമ്മുടെ സ്വന്തം വീട്ടിൽ ഉള്ള പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ കുളിപ്പിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേറെ ആളുകളുണ്ട്. അവരൊക്കെ വന്ന സമയാസമയങ്ങളിൽ നമ്മൾ കുളിപ്പിക്കും, ഫുഡ് തരും, എല്ലാം ചെയ്തു തരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഫുഡൊക്കെ വളരെ നല്ലതാണ്. അത് ശരി. വീട്ടിലത്തെ പോലെ തന്നെ. അപ്പം നല്ല കംഫർട്ടബിൾ ആണ്? വളരെയധികം. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ? ഓക്കെ താങ്ക് യു. നമുക്കിന്നറിയാമല്ലോ, ചെറിയ രോഗങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാൽ ബില്ല് കാണുമ്പോൾ തന്നെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതിലും ഭേദം നമുക്ക് നല്ല നേഴ്സിംഗ് കെയറാണ് ആവശ്യം. ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടേഴ്സ് പെട്ടെന്ന് വന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളെ കണ്ടേച്ച് പോകും. ബാക്കി നമ്മളെ ശുശ്രൂഷിക്കുന്നത് ഏറ്റവും കൂടുതൽ നേഴ്സുമാരാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലാതെ അല്ലെങ്കിൽ കാര്യമായ പ്രോബ്ലംസ് ഇല്ലെങ്കിൽ നമുക്ക്
വേണ്ടത് നേഴ്സുമാരുടെ ശരിയായ പരിചരണമാണ്. ഈ പരിചരണം ലഭിക്കുവാനായിട്ട് നമുക്ക് ഒരു നേഴ്സിംഗ് ഹോം, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു നേഴ്സിംഗ് ഹോം മാത്രമുള്ള കുഞ്ഞു കുഞ്ഞു ക്ലിനിക്കുകൾ അല്ലെ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതൊക്കെ കാണുവാനില്ല. നമുക്ക് വേണ്ടത് നേഴ്സുമാരും അതുപോലെ തന്നെ ഒരു വിസിറ്റിംഗ് ഡോക്ടറുമുള്ള ചെറിയ നേഴ്സിംഗ് ഹോം മതി. നമ്മളുടെ പനികൾക്കും ജലദോഷത്തിനും അങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾക്ക് നമ്മളെ ചികിത്സിക്കുവാനായിട്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാർക്ക് ഇത് സുഖമായിട്ട് തുടങ്ങുവാൻ സാധിക്കും. എങ്ങനെയെങ്കിലും 4-5 സുഹൃത്തുക്കൾ കൂടിയിട്ട് അവർ ഒരുമിച്ച് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തുടക്കത്തിൽ ഒരു സ്റ്റാഫിനെ വെക്കാതെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ഓവർ ഹെഡ്സ് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും NRIസിൻ്റെയും മറ്റുമായിട്ട് ഒരുപാട് വീടുകൾ ഒഴിഞ്ഞ് വെറുതെ കിടപ്പുണ്ട്. അത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന അവസ്ഥയിലാണ് പലതും കിടക്കുന്നത്. അപ്പോൾ നേഴ്സുമാർക്ക് ഈ സ്ഥാപനം തുടങ്ങുവാനായിട്ട് NRIസിനെ വേണമെങ്കിൽ അവരുടെ ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ട് വേണമെങ്കിൽ ആക്കാം. അപ്പോൾ നമുക്ക് ആദ്യഘട്ടത്തിൽ വാടക കൊടുക്കാതെ മുന്നോട്ട് പോകുവാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കിട്ടണമെങ്കിൽ ഈ മെഡിക്കൽ മേഖലയായതുകൊണ്ട് അതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അത് ചിലപ്പോൾ NRIസോ നമ്മുടെ നാട്ടിലുള്ളവരോ അതിന് മുതൽ മുടക്കുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കും. നേഴ്സുമാർ വിദേശത്ത് പോയി കഷ്ടപ്പെടുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മുടെ നാട്ടിൽ ഈ അവസരങ്ങൾ എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൂടാ? ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൃത്യസമയത്ത് നല്ല ആഹാരം നമ്മുടെ ഇൻമേറ്റ്സിന് കൊടുക്കണം. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സേവനം, അതുപോലെ തന്നെ കൃത്യമായ കെയറിങ്ങും നമുക്കിതിൽ ആവശ്യമാണ്. ഇതിലുപരി സ്നേഹത്തോടുള്ള പെരുമാറ്റവും നല്ല ക്ഷമയും ആവശ്യമാണ്. മറക്കരുത്, ഇതൊരു കച്ചവടമല്ല, മറിച്ച് സ്നേഹത്തോടെയും മാനുഷികമായി ചെയ്യേണ്ട ഒരു സേവനമാണ്. താങ്ക് യു.